നമസ്കാരം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അതിൽ നമ്മൾ എന്താണ് പൊട്ടൻഷ്യൽ എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്? ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡണ്ണിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെ? അത് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? V is equal to Q divided by 4 pi epsilon 0 R എന്നുള്ളതായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഡൈപോൾ മൂലമുള്ള പൊട്ടൻഷ്യലും കാൽക്കുലേറ്റ് ചെയ്തു. ഡൈപോളിന്റെ ആക്സിയൽ ലൈനും അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആ റിസൾട്ടിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തു. അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത്, അവിടെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത് ഒരു ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ പിന്നെ ഡൈപോൾ മൂലമുള്ള പൊട്ടൻഷ്യൽ ആയിരുന്നു അല്ലെ? ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഒരുപാട് ചാർജുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നാമത്തെ ടോപ്പിക് അതാണ്. നമ്മൾ ഫസ്റ്റ് ടോപ്പിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരുപാട് ചാർജുകൾ എടുക്കാം. Q1, Q2, Q3, Q4 ഒരു 3-4 ചാർജ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു P എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. ഈ P എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഏത് മൂലം? ഈ ചാർജുകൾ മൂലം Pയിലുള്ള പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. Q1ൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് R1P എന്നെടുക്കാം. അതുപോലെ Q2ൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തെടുക്കാം? R2P. Q3ൽ നിന്ന് R3P. Q4ൽ നിന്ന് R4P. അങ്ങനെ ഇനി 5 ഉണ്ടെങ്കിൽ R5P. അങ്ങനെ എത്ര ചാർജ് ഉണ്ടോ അത്രയും ചാർജുകളുടെ നമുക്ക് എടുക്കാം. ഇനി Q1 മൂലമുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും Pയില്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 നമുക്ക് V1 എന്ന് എഴുതുകയാണെങ്കിൽ V1 ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം? ഇതിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്തായിരുന്നു അവിടുത്തെ ചാർജ്? ഏതാണ്? Q1 ആണ്. ഡിവൈഡഡ് ബൈ 4 pi epsilon 0. ഡിസ്റ്റൻസ് എത്രയാണ്? R1P അല്ലെ? Q ഡിവൈഡ് ബൈ 4 pi epsilon 0 R. അതാണ് പൊട്ടൻഷ്യൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ. ഇതേപോലെ ഡ്യൂ ടു Q2 V2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? Q2 divided by 4 pi epsilon 0 R2P. ഇങ്ങനെ വരും. ഇതേപോലെ V3, V4 അങ്ങനെ പോയി ഇനി N ചാർജുകൾ ഉണ്ടെങ്കിൽ Vn, ഇവിടെ നമ്മൾ 4 എടുത്തിട്ടുള്ളൂ. നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെടുക്കും? N ചാർജസ് കൺസിഡർ ചെയ്യും. അപ്പൊ N ചാർജസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? നമുക്ക് Vn is equal to നമുക്ക് എന്ത് എഴുതാം? Qn divided by 4 pi epsilon 0 RNP. ആണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ V is equal to V1 plus V2 plus V3 plus etc plus Vn. ഈ എല്ലാ പൊട്ടൻഷ്യലും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Pയിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടേമിലും ആരുണ്ട്? 1/4 pi epsilon 0 ഉണ്ട് അല്ലെ? അതിനങ്ങോട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/4 pi epsilon 0 ഇൻറ്റു ഫസ്റ്റ് ടേമിൽ ആരാളുള്ളത്? Q1 ഡിവൈഡഡ് ബൈ R1P പ്ലസ് Q2 ഡിവൈഡഡ് ബൈ R2P പ്ലസ് എക്സെട്ര പ്ലസ് Qn ഡിവൈഡഡ് ബൈ RNP. നമുക്കത് സമ്മേഷന്റെ ഫോമിൽ വേണമെങ്കിൽ എഴുതാം അല്ലെ? സമ്മേഷന്റെ ഫോമിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയാ വരിക? ഈക്വൽ ടു V is equal to 1/4 pi epsilon 0 into sigma summation of I is equal to 1 to n. അതായത് ഇതിന്റെ അർത്ഥം എന്താ? ഐയുടെ വാല്യൂ 1 മുതൽ n വരെ Qi ഡിവൈഡഡ് ബൈ RIP. അപ്പൊ ഇതെങ്ങനെ ചെയ്യാ? ഫസ്റ്റ് എന്ത് ചെയ്യണം? ഐക്ക് 1 കൊടുക്കണം. ഐക്ക് 1 കൊടുത്താൽ Q1 ഡിവൈഡഡ് ബൈ R1P ഫസ്റ്റ് ടേം വരും. പിന്നെ എന്ത് ചെയ്യണം? ഐക്ക് 2 കൊടുക്കണം. ഐക്ക് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? Q2 ഡിവൈഡഡ് ബൈ R2P അങ്ങനെ വരും. പിന്നെ Q3 ഡിവൈഡ് ബൈ R3P. അങ്ങനെ എത്ര ടേം ഉണ്ടോ അത്രയും വരെ.
ഇതാണ് അപ്പൊ എന്തിനുള്ള ഇക്വേഷൻ? അവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ. അങ്ങനെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ പറയുന്നത്? ഒരു സിസ്റ്റം ഓഫ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അവിടുത്തെ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യലിന്റെ സം എടുത്താൽ മതി. ഓക്കെ, എന്താ പറയുന്നത്? പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P due to a system of charges is equal to the algebraic sum of potentials due to individual charges. Individual charge മൂലമുള്ള പൊട്ടൻഷ്യലിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫോഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിരുന്ന അതേപോലെ തന്നെ സിമിലർ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെ? നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒക്കെ അതേപോലെ പറഞ്ഞു. ഒന്നിലധികം ചാർജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓരോ ചാർജ് മൂലമുള്ള ഫോഴ്സിന്റെ സം എടുത്താൽ മതി. അതേപോലെ തന്നെ ഇവിടെ അവിടുത്തെ ഓരോന്നിന്റെയും എടുത്ത് സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ ടോട്ടൽ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു ടോപ്പിക് വരുന്നത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതാണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആ പേരിൽ തന്നെ ഉണ്ട്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. പൊട്ടൻഷ്യൽ എല്ലായിടത്തും എന്താണ്? ഈക്വൽ ആണ്. ഇറ്റ്സ് എ സർഫസ് in which potential has the same value throughout the surface. ആ സർഫസിൽ മുഴുവൻ എന്തുണ്ടായിരിക്കണം? പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? സെയിം വാല്യൂ ആയിരിക്കണം, കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ പൊട്ടൻഷ്യൽ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. ഒരു എക്സാമ്പിൾ എടുത്തു നോക്കൂ. നമ്മളിതൊരു ചാർജ് എടുത്തു Q. ഇതിന് ചുറ്റും ഒരു സ്ഫെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യാണ്. ആ ചാർജിന് ചുറ്റും നമ്മളൊരു സ്ഫെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്തു. സ്ഫെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഈ സെന്ററിൽ നിന്ന് എവിടേക്കുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയാണ്? R ആണ് അല്ലെ? നമ്മൾ ഈ സർഫസിലുള്ള പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്ത് എന്താ വരിക? പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? V is equal to Q divided by 4πε0 R ആണ്. അപ്പൊ എവിടെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്താൽ നോക്കുക, ആറിന്റെ വാല്യൂ സെയിം ആണ്, ചാർജിന്റെ വാല്യൂ സെയിം ആണ്. ഈ സർഫസിൽ ത്രൂ ഔട്ട് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അങ്ങനെ ഒരു സർഫസിൽ ത്രൂ ഔട്ട് പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. ഇറ്റ്സ് എ സർഫസ് ഇൻ വിച്ച് പൊട്ടൻഷ്യൽ ഹാസ് ദി സെയിം വാല്യൂ. പൊട്ടൻഷ്യലിന് ഒരേ വാല്യൂ ആണ് എല്ലായിടത്തും വരിക. അങ്ങനെയുള്ള ഒരു സർഫസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസിനുള്ള എക്സാമ്പിളുകളാണ് ഒന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ്? സ്ഫെറിക്കൽ സർഫസ്, സറൗണ്ടിങ് എ ചാർജ്. ഒരു ചാർജിനെ സറൗണ്ട് ചെയ്തുകൊണ്ടുള്ള എല്ലാ സ്ഫെറിക്കൽ സർഫസും എന്തായിരിക്കും? ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകളായിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ വേണമെങ്കിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതുണ്ട്. നമ്മൾ ഡൈപോൾ എടുത്തപ്പോൾ ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഡൈപോളിന്റെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താ കിട്ടിയിരുന്നത്? അതിന്റെ ആക്സിയൽ ലൈനും കാൽക്കുലേറ്റ് ചെയ്തു, ഇക്വറ്റോറിയൽ ലൈനും കാൽക്കുലേറ്റ് ചെയ്തു. ആ ഇക്വറ്റോറിയൽ ലൈനിലെ വാല്യൂ ഒന്ന് ആലോചിച്ചു. ഇക്വറ്റോറിയൽ ലൈനിൽ ത്രൂ ഔട്ട് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താണ്? സെയിം ആണ് അല്ലെ? അതിന്റെ വാല്യൂ എത്രയായിരുന്നു? 0 ആണ്. അപ്പൊ നമുക്ക് അതൊരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. എന്താണ്? ഇക്വറ്റോറിയൽ പ്ലെയിൻ of an electric dipole. Equatorial plane of an electric dipole is an example for equipotential surface with a 0 potential. അടുത്ത പൊട്ടൻഷ്യലിന്റെ വാല്യൂ എത്രയായിരുന്നു? ത്രൂ ഔട്ട് 0 ആണ്. അപ്പൊ 0 പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് അത്. ഇനി വേണമെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഓർക്കാം. സർഫസ് ഓഫ് ഓൾ ചാർജ്ഡ് കണ്ടക്ടേഴ്സ്. എല്ലാ ചാർജ്ഡ് കണ്ടക്ടേഴ്സിന്റെയും സർഫസ് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താന്ന് പറഞ്ഞു? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സർഫസിൽ ത്രൂ ഔട്ട് പൊട്ടൻഷ്യലിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണെങ്കിൽ, സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു സർഫസിന് നമ്മൾ പറഞ്ഞ പേരാണെന്ത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്.
ഈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് ഒന്നിന്റെ എക്സാമ്പിളുകളാണ് നമ്മൾ പറഞ്ഞ ഒരു പോയിന്റ് ചാർജിനെ സറൗണ്ട് ചെയ്തുകൊണ്ടുള്ള എല്ലാ സ്ഫെറിക്കൽ സർഫസുകളും എന്തിന് എക്സാമ്പിൾ ആണ്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഒന്ന് പറഞ്ഞത് ഒരു ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിന് എന്ന് പറയുന്നത് സീറോ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എല്ലാ ചാർജ്ഡ് കണ്ടക്ടേഴ്സിന്റെയും സർഫസ് ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. നമുക്ക് ഇതിന്റെ ഒന്ന് രണ്ട് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകളുടെ ഷേപ്പ് വരച്ച് നോക്കാം. നമ്മളിപ്പോ ഒരു ഐസൊലേറ്റഡ് ചാർജ് എടുക്കുകയാണെങ്കിൽ, ഒരു പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഏതെങ്കിലും ഒരു ഐസൊലേറ്റഡ് ചാർജ്, ഒരു സിംഗിൾ ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യണം. പോസിറ്റീവ് നെഗറ്റീവ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിന് ചുറ്റും നമുക്ക് ഒരുപാട് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ വരയ്ക്കാം. ഞാൻ ഇപ്പൊ ഇതിന് ചുറ്റും ഒരു സ്ഫെറിക്കൽ സർഫസ് വരച്ചു. എന്താണ്? ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. വേണമെങ്കിൽ എനിക്ക് വേറൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് വേറൊരു ഡിസ്റ്റൻസിൽ ഒരു സ്ഫെറിക്കൽ സർഫസ് വരച്ചാൽ അത് വേറൊരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇതിന് ഒരു പൊട്ടൻഷ്യൽ ആയിരിക്കും, ഇതിന് വേറൊരു പൊട്ടൻഷ്യൽ ആയിരിക്കും. പക്ഷെ ഈ സർഫസിൽ ത്രൂ ഔട്ട് പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ സർഫസിൽ ത്രൂ ഔട്ടും പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആയിരിക്കും. പക്ഷെ ഈ രണ്ട് സർഫസിലും ഡിഫറൻസ് ഉണ്ടാവും ട്ടോ. ഇതിനേക്കാൾ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കുറവായിരിക്കും ഇവിടെ വരിക. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ രണ്ടിലും അതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ആ സർഫസിൽ ത്രൂ ഔട്ട് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. നമുക്ക് വേറൊരു സർഫസ് കൺസിഡർ ചെയ്യണമെങ്കിൽ അതും എന്തായിരിക്കും? ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് എത്ര ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ വേണമെങ്കിലും ഒരു ഐസൊലേറ്റഡ് ചാർജ് വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അവിടെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിന്റെ ഷേപ്പിലായിരിക്കും വരിക. ഓരോ പ്ലെയിനുകളായിട്ട് അടുത്തൊന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. ഈ രീതിയിൽ കുറെ പ്ലെയിനുകളായിട്ടായിരിക്കും എവിടെ വരിക? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരിക. അപ്പൊ ഇത് ഏത് മൂലമുള്ളതാണ്? ഡ്യൂ ടു ഐസൊലേറ്റഡ് ചാർജ്, സിംഗിൾ ചാർജ്. ഇവിടെ എന്താണ്? ഡ്യൂ ടു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഒരു ഡൈപോൾ എടുത്താലോ? ഡൈപോൾ എടുത്താൽ അവിടെ ഏതൊക്കെ വരുന്നുണ്ട്? ഒരു നെഗറ്റീവ് ചാർജും വരുന്നുണ്ട്, ഒരു പോസിറ്റീവ് ചാർജും വരുന്നുണ്ട് അല്ലെ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മാൾ ഡിസ്റ്റൻസ്. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നെഗറ്റീവിന് ചുറ്റും കുറച്ച് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ പോസിറ്റീവിന് ചുറ്റും നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ കൺസിഡർ ചെയ്യാം. ഈ രീതിയിലായിരിക്കും എന്ത് വരിക? ഡൈപോളിന്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ വരിക. ഇനി രണ്ട് ചാർജുകളാണെങ്കിൽ, രണ്ട് സെയിം ചാർജുകളാണെങ്കിലോ? ഡൈപോൾ. രണ്ട് സെയിം ചാർജുകൾ, അതായത് പോസിറ്റീവോ നെഗറ്റീവോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. രണ്ട് സെയിം ചാർജസ് നമ്മൾ എടുക്കുകയാണ്. നമ്മളിവിടെ വരയ്ക്കാൻ ഒരു പോസിറ്റീവ് ചാർജ് എടുത്തു, വേറൊരു പോസിറ്റീവ് ചാർജ് എടുത്തു, രണ്ട് നെഗറ്റീവ് എടുക്കാം. അപ്പൊ എന്തുണ്ടായിരിക്കും? ഇതിന് ചുറ്റും ഈ പറഞ്ഞതുപോലെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടാവും. രണ്ടിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ ഉണ്ടായിരിക്കും. പക്ഷെ കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ചേർന്ന് എന്തായിട്ട് മാറും? ഒരൊറ്റ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട് മാറും. അപ്പൊ ഇതേപോലെയാണ് എന്ത് വരിക? സെയിം ചാർജ് ആണെങ്കിൽ വരിക. നമ്മൾ രണ്ട് മൂന്ന് ഷേപ്പുകളോടെ വരച്ചിട്ടുണ്ട്. ഒരു ഐസൊലേറ്റഡ് ചാർജ് മൂലമുള്ളത്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോള്, അതുപോലെ സെയിം ചാർജസ്. ഈ കേസിലൊക്കെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകളുടെ ഷേപ്പ് ഓർത്ത് വെക്കുക. എക്സാമിന് ചോദിക്കാറുണ്ട്, ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. നമുക്ക് ഇതിന്റെ ഒരു ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകളുടെ. ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. Direction of electric field lines are always normal to the surface. എപ്പോഴും എന്തായിരിക്കും? ആ സർഫസിന് നോർമൽ ആയിട്ടാണ് എന്ത് വരിക? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻസ് വരിക. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് on an equipotential surface
ഈസ് സീറോ എന്ന് പറയുന്ന ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമുക്കൊരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ അതിന് വേണ്ട വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആണ്. കാരണം വർക്ക് ഡൺ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആണ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ ചാർജിനെ മൂവ് ചെയ്യാൻ ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ എത്ര ഡിഫറൻസ് ഉണ്ടോ അത്രയുമാണ് നമ്മൾ ചെയ്യേണ്ട വർക്ക്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ത്രൂ ഔട്ട് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. Then third point, two equipotential surfaces never intersect each other. Never intersect each other. രണ്ട് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല എന്നാ പറയുന്നത്? പരസ്പരം ഇന്റർസെക്ട് ചെയ്യില്ല. രണ്ട് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഇന്റർസെക്ട് ചെയ്ത് എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസിൽ ഇതേപോലെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിൽ എന്തുണ്ടായിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ടായിരിക്കും. രണ്ട് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഇതൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സർഫസ് ആണ്, ഇത് മറ്റൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സർഫസ് ആണ്. ഈ രണ്ട് സർഫസുകൾ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ എന്തുണ്ട്? പൊട്ടൻഷ്യലിന് രണ്ട് വാല്യൂ ഉണ്ട്. അങ്ങനെ രണ്ട് വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആവുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ രണ്ട് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇന്റർസെക്ട് ചെയ്യില്ല. ഈ ഒരു മൂന്ന് പ്രോപ്പർട്ടീസ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കുക. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? സർഫസിന് നോർമൽ ആയിരിക്കും. Direction of electric field lines is always normal to the surface. Then second point, work done in moving a charge on an equipotential surface is zero. അതിന്റെ റീസണും പറഞ്ഞു. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. Then third one, two equipotential surfaces never intersect each other. രണ്ട് equipotential സർഫസുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല? പരസ്പരം ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ equipotential സർഫസിൽ പറഞ്ഞത്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർഫസിൽ ത്രൂ ഔട്ട് പൊട്ടൻഷ്യൽ സെയിം ആയിട്ടുള്ള ഒരു സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് നമ്മൾ എക്സാമ്പിളുകൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒരു ചാർജിനെ സറൗണ്ട് ചെയ്തുകൊണ്ടുള്ള എല്ലാ സ്പെറിക്കൽ സർഫസും എന്തിന് എക്സാമ്പിൾ ആണ്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ വരുന്ന ഇക്വറ്റോറിയൽ ലൈനിൽ വരുന്ന പ്ലെയിന് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പ്ലെയിന് അതെന്താണ്? ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ് വിത്ത് സീറോ പൊട്ടൻഷ്യൽ. പിന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു എല്ലാ ചാർജ്ഡ് കണ്ടക്ടേഴ്സിന്റെയും സർഫസ് എന്താണ്? ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ കുറച്ച് ഷേപ്പുകൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഐസൊലേറ്റഡ് ചാർജ്, ഡൈപോള്, യൂണിഫോം ഫീൽഡ്, അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പുകൾ നമ്മൾ വരച്ചു. ലാസ്റ്റ് പറഞ്ഞത് പ്രോപ്പർട്ടീസ് ഓഫ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസസ്. എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? Electric field is always normal to the surface. Work done in moving a charge on an equipotential surface is zero. Two equipotential surfaces never intersect each other. ഈ ടോപ്പിക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ കൺസിഡർ ചെയ്യാണ്. രണ്ട് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾ. ഒന്നാമത്തെ സർഫസിന് എ എന്നും രണ്ടാമത്തെ സർഫസിന് ബി എന്ന് നെയിം ചെയ്യാണ്. അതായത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒരു ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എ എന്നുള്ള ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്, അതിന് മുകളിൽ ബി എന്നുള്ള ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്. ഈ രണ്ട് സർഫസുകൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ ഡെൽറ്റ എൽ എന്നെടുക്കുകയാണ്. ഡെൽറ്റ എൽ എന്നോ ഡി ആർ എന്നോ ഏത് വേണമെങ്കിലും എടുക്കാം. ഡെൽറ്റ എൽ എന്നെടുക്കുകയാണ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എയിൽ നിന്ന്
ബിയിലേക്ക് വരും. പിന്നെ ബിയിൽ നിന്ന് എന്ത് ചെയ്യും, സർഫസിൽ നിന്ന് നോർമലായിട്ട് മുകളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ രീതിയിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതായത് എ എന്നുള്ള സർഫസ്, ഇതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് നേരെ മുകളിലേക്ക് ഇങ്ങനെ വരും. ഇവിടെ ആരുണ്ട്, ബി എന്നുള്ള സർഫസ് ഉണ്ട്. ഈ രീതിയിലാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. നമ്മൾ പറഞ്ഞാണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസിന് ഒരിക്കലും എപ്പോഴും എന്തായിട്ടാണ് വരിക, നോർമൽ ആയിട്ടാണ് ഏത് വരിക, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക എന്നുള്ളത്. അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എടുത്തു. ഇനി എയുടെ പൊട്ടൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്യാണ് വി. എ എന്നുള്ള സർഫസിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്യാണ് വി എന്ന്. അങ്ങനെയാണെങ്കിൽ ബിയുടെ പൊട്ടൻഷ്യൽ നമുക്ക് എന്തെടുക്കാം, വി മൈനസ് ഡെൽറ്റ വി എന്ന് എടുക്കാം. എന്തായിരിക്കും അവിടെ മൈനസ് ഡെൽറ്റ വി എന്ന് എടുത്തത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്താ ചെയ്യുക, ഡിക്രീസ് ചെയ്യാം. അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ഡിക്രീസസ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് വിയും ഇത് നമ്മൾ എന്തെടുത്തത്, ഡെൽറ്റ വി എന്നും കൺസിഡർ ചെയ്തത്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? രണ്ട് ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ എയും ബിയും എടുത്തു. അവ തമ്മിലുള്ള സെപ്പറേഷൻ ആണ് ഡെൽറ്റ എൽ. എയുടെ പൊട്ടൻഷ്യൽ ആണ് വി, ബിയുടെ പൊട്ടൻഷ്യൽ ആണ് വി മൈനസ് ഡെൽറ്റ വി. ഇലക്ട്രിക് ഫീൽഡ് രണ്ട് സർഫസിന് നോർമൽ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്നത് എ എന്നുള്ള സർഫസിൽ നിന്നും ബി എന്നുള്ള സർഫസിലേക്ക് ഒരു 1 കൂളോംബ് ചാർജിനെ, പോസിറ്റീവ് 1 കൂളോംബ് ചാർജിനെ മൂവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കുകയാണ്. കാരണം ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു +1 കൂളോംബ് ചാർജിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യിക്കുകയാണ്. അപ്പൊ ആ മൂവ് ചെയ്യിക്കുന്ന വർക്ക് ഡണ്ണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ജനറൽ ആയിട്ട് എന്ത് ഇക്വേഷൻ ഉണ്ട്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, ഒന്നുകിൽ നമ്മൾ ആ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ചെയ്തത് വെച്ചിട്ട് വർക്ക് ഡൺ ഈസ് ഈക്വൽ നേരിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, F is equal to Q1 Q2 ഡിവൈഡഡ് ബൈ 4πε0 r സ്ക്വയർ. ഇവിടെ നമ്മൾ മൂവ് ചെയ്യിക്കുന്ന ചാർജ് എത്രയാണ്, 1 കൂളോംബ് ആണ്. അപ്പൊ ഒരു ചാർജിന്റെ വാല്യൂ എത്രയായി, 1 ആയി. അപ്പൊ ഇത് എന്തിന് ഈക്വൽ ആ, Q ഡിവൈഡ് ബൈ 4πε0 r സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, ഇലക്ട്രിക് ഫീൽഡിന് ഈക്വൽ ആണ്. അപ്പൊ നേരിട്ട് നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത്, എയിൽ നിന്ന് ബിയിലേക്ക്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഡെൽറ്റ എൽ. അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ഇ ഇൻറ്റു ഡെൽറ്റ എൽ. എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ, എയിൽ നിന്ന് ബിയിലേക്ക് നമ്മളൊരു ടെസ്റ്റ് ചാർജ് എന്നാൽ +1 കൂളോംബ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡൺ ആണ് ഈ ഡെൽറ്റ എൽ. തൊട്ട് മുന്നേ നമ്മൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിലും ഡിസ്കസ് ചെയ്തതാണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആണ്. കാരണം നമ്മളിവിടെ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാണാം, ഫൈനൽ പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ. അപ്പൊ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഓൾസോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊട്ടൻഷ്യൽ എത്രയാണ്, വി മൈനസ് ഡെൽറ്റ വി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു, അപ്പൊ എന്തായി, മൈനസ് ഡെൽറ്റ വി. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും എന്തിന്റെയാണ്, അവിടുത്തെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ രണ്ടിന്റെയും LHS സെയിം ആയതുകൊണ്ട് നമുക്ക് RHS ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക, ഫ്രം ഇക്വേഷൻ 1 and 2 we get E delta L is equal to minus delta V or E is equal to minus delta V divided by delta L. ഇതാണ് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ. ഇതിനെ നമ്മൾ പറയാ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയും. നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താ, ഇറ്റ് ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയും ഡിനോട്ട് ചെയ്യാം, E is equal to minus dV by dr. ഈ ഒരു ടേം ആയിരിക്കും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ടാവുക. ആ ഡിസ്റ്റൻസിന് r എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാം, E is equal to minus dV by dr എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യങ്ങൾ പറയാം. രണ്ട് ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകൾ എടുത്തു, അത് നമ്മൾ സെപ്പറേഷൻ ഡെൽറ്റ എൽ, വി മൈനസ് ഡെൽറ്റ വി, വി ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തു. അതിന് വേണ്ട വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്തു, ഈ ഡെൽറ്റ എൽ വി മൈനസ് ഡെൽറ്റ വി എടുത്തു.
മൈനസ് വി എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഡെൽറ്റ വി കിട്ടും. രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈസിക്കൽ ടു മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ എൻ. നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. നമ്മളതിനെ ഇങ്ങനെയും എഴുതാം, ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. അപ്പൊ ഈ രണ്ട് റിലേഷൻസും ഓർത്ത് വെക്കുക. ഈ രണ്ട് നമുക്ക് ഇക്വേഷൻ ആവശ്യം വരുന്നതാണ്. ഒന്ന് എന്താണ്, ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള വേറെ ഇക്വേഷൻ ആണ് വി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ രണ്ട് ഇക്വേഷൻസും കേട്ടോ പഠിച്ചു വെക്കുക. ഇത് നമുക്ക് കപ്പാസിറ്റർ എന്നുള്ള ഭാഗത്ത് എത്തുമ്പോൾ അവിടെ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യേണ്ട, അവിടെ യൂസ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനും കൂടിയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ചിട്ടാണ്. പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മളിപ്പോൾ കുറെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. എന്താണ് പൊട്ടൻഷ്യൽ? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ ആണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഒരു ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി. കഴിഞ്ഞ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗ്രാവിറ്റേഷനിൽ പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെ. ഒന്നെന്തായിരുന്നു? യൂണിറ്റ് മാസിനെ കൊണ്ടുവരാൻ, മറ്റൊന്ന് മാസിനെ കൊണ്ടുവരാൻ. അപ്പൊ ഇവിടെയും അതെ, യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരികയാണെങ്കിൽ, ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ എന്താ പറയും? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഒരു എമൗണ്ട് ഓഫ് ചാർജിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് യു. പൊട്ടൻഷ്യൽ എനർജി കാണാൻ ചെയ്താൽ മതി. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ. നമുക്ക് എന്താ വേണ്ടത്? ഒരു എമൗണ്ട് ഓഫ് ചാർജിനെ കൊണ്ടുവരണം. ക്യൂ എന്നുള്ള ഒരു ചാർജിനെ കൊണ്ടുവരുന്നെങ്കിൽ അപ്പൊ എന്ത് ചെയ്താൽ മതി? ക്യൂ ഇൻറ്റു വി, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി കിട്ടും. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ത്? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ. കാരണം ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെയാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ അതിന് വേണ്ട വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ. ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നത് എന്താണ്? ക്യൂ എന്നുള്ള ഒരു ചാർജ് ആണ്. അപ്പൊ 1ന് പകരം എന്തായിട്ട് വരും? ക്യൂ ആയിട്ട് വരും. അപ്പൊ ക്യൂ ടൈംസ് ഇത്രയും വരും. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തത്? യു ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി. അല്ലെങ്കിൽ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? വിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 r എന്നുള്ളതായിരുന്നു അല്ലെ. ക്യൂ എന്നുള്ള ഒരു ചാർജ് ഇത് അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇതിൽ നിന്ന് പി ഡിസ്റ്റൻസ് ഉള്ള, ആർ ഡിസ്റ്റൻസ് ഉള്ള ഒരു പോയിന്റ് ആണ് പി. ഇവിടേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്തത്. അപ്പൊ ഇവിടെ ഒന്നിലധികം ചാർജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒന്നാമത്തെ ചാർജിന് Q1 എന്ന് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ എന്തായി? Q1. ഇവിടേക്ക് നമ്മൾ 1 കൂളോംബിന് പകരം കൊണ്ടുവരുന്നത് Q2 എന്നുള്ള ഒരു ചാർജിനെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടായിരിക്കും? ഇവിടെ ഇക്വേഷനിൽ ഇൻറ്റു Q2 എന്ന് കൂടി ഉണ്ടായിരിക്കും. ഇവിടെ ഓൾറെഡി വി എഴുതുമ്പോൾ ഇൻറ്റു 1 ഉണ്ട്. 1 കൂളോംബിനെ കൊണ്ടുവരുന്നത്. നമ്മൾ ആ ഡെറിവേഷൻ ഒന്ന് എടുത്ത് നോക്കി നോക്കാം. അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അവിടെ ഒരു ചാർജ് 1 ആയതുകൊണ്ടാണ് 1 അവിടെ എഴുതാത്തത്. ഇവിടെ എന്തായിരിക്കും? 1 അല്ല, പകരം എന്താണ്? Q2 എന്നുള്ള ഒരു ചാർജ് ആണ്. അപ്പൊ എന്തുണ്ടായിരിക്കും? Q2 കൂടി ഉണ്ടെങ്കിൽ ഇക്വേഷൻ എന്താവും? U is equal to, അപ്പൊ ഇവിടെ എന്തായിരിക്കണം? U is equal to Q1 Q2 divided by 4πε0 r. ഇതാണ് എന്തിനുള്ള ഇക്വേഷൻ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും അവിടെ ഓർത്ത് വെക്കുക. രണ്ടും സെയിം തന്നെയാണ്. പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി കേട്ടോ, പൊട്ടൻഷ്യൽ അല്ല, പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നാ പറഞ്ഞത്? ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി to a point in an electric field. This is the work done in bringing a charge from infinity to a point in an electric field. Electric fieldലുള്ള ഒരു പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു ചാർജിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡണ്ണിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. U is equal to ഒന്നെങ്കിൽ Q into V യൂസ് ചെയ്യാം, അല്ലെങ്കിൽ U is equal to Q1 Q2 divided by 4πε0 r എന്നുള്ളത് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജ് നോക്കി നോക്കാം. ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് 3 ചാർജസ്, 3 ചാർജിന്റെ കേസിൽ നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ വരിക എന്ന് നോക്കി നോക്കാം. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഇവിടെ Q1 എന്നുള്ള ഒരു ചാർജ് ഉണ്ട് എന്ന് വിചാരിക്കുക.
Q1 എന്നുള്ള ചാർജിൽ നിന്ന് R1 ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് ആണ് P എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു Q1 മൂലം പിയിലുള്ള പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്തായിരിക്കും വരിക? V1 is equal to, നമുക്ക് ഇക്വേഷൻ എന്ത് എഴുതാം? Q1 divided by 4 pi epsilon 0 R1 അല്ലെ? ഇനി ഈ ഒരു P എന്നുള്ള പോയിന്റിലേക്ക് നമ്മൾ Q2 എന്നുള്ള ഒരു ചാർജിനെ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. P എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഒരു Q2 എന്നുള്ള ചാർജിനെ കൊണ്ടുവരികയാണ്. അപ്പൊ എന്താ? ഈ പൊട്ടൻഷ്യൽ അല്ല, പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി U1 is equal to എന്താ വരിക? ഇത് ഇൻറ്റു ഈ ചാർജ് ചെയ്താൽ പോരെ. U1 is equal to നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളതാണ്. Q1 Q2 divided by 4 pi epsilon 0 R1. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? Q1 എന്നുള്ള ചാർജിന്റെ R1 ഡിസ്റ്റൻസ് ഉള്ള പോയിന്റിലേക്ക് Q2 കൊണ്ടുവന്നു. ഇപ്പൊ ഇവിടെ Pക്ക് പകരം ഇപ്പൊ ഇവിടെ ആരെത്തി? Q2 എത്തി അല്ലെ? അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസിന് വേണമെങ്കിൽ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് മനസ്സിലാവാൻ R12 എന്ന് കൊടുക്കാം. കാരണം നമുക്ക് ഇനിയും ഡിസ്റ്റൻസുകൾ എഴുതാനുണ്ട്. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? U1 is equal to Q1 Q2 divided by 4 pi epsilon 0 R12. അപ്പൊ Q1ന്റെ ഫീൽഡിലേക്ക് Q2വിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡൺ ആണ് ഇത്. Q1ന്റെ ഫീൽഡിലേക്ക് Q2വിനെ കൊണ്ടുവരാൻ വേണ്ട വർക്ക് ഡണ്ണിന്റെ വാല്യൂ ആണ് ഇത്. ഇപ്പൊ രണ്ട് ചാർജ് ആയി. നമ്മൾ ഇനി ഇതിന്റെ ഫീൽഡിലേക്ക് മൂന്നാമതൊരു ചാർജിനെ കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ Q1ന്റെയും Q2വിന്റെയും ഫീൽഡിലുള്ള ഒരു പോയിന്റ് ആണ് R എന്ന് കരുതിക്കോളൂ. അപ്പൊ Q1ൽ നിന്ന് Rലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് R13 എന്നെടുക്കാം. ഈ ഡിസ്റ്റൻസ് നമുക്ക് R23 എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് R എത്രയായിരിക്കും? R എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ തൊട്ട് നമ്മൾ പഠിച്ചതാണ്. ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇത് മൂലമുള്ള പൊട്ടൻഷ്യലിന്റെയും ഇത് മൂലമുള്ള പൊട്ടൻഷ്യലിന്റെയും എന്തായിരിക്കും? സം ആയിരിക്കും. അപ്പൊ പൊട്ടൻഷ്യൽ അറ്റ് R is equal to 1 by 4 pi epsilon 0 into അതിനെ നമുക്ക് V12 എന്നെടുക്കാം. V12 is equal, കാരണം V1 ഓൾറെഡി നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. Q1ന്റെ പൊട്ടൻഷ്യൽ ആണ് V1. അപ്പൊ നമുക്ക് വ്യത്യാസം മനസ്സിലായതിന് എന്തെടുക്കാം? V12. Q1ഉം Q2 മൂലമുള്ള പൊട്ടൻഷ്യൽ V12 is equal to 1 by 4 pi epsilon 0 into എന്ത് വേണം? Q1 മൂലമുള്ള പൊട്ടൻഷ്യൽ പ്ലസ് Q2 മൂലമുള്ള പൊട്ടൻഷ്യൽ. Q1 മൂലമുള്ളത് Q1 divided by R13 1 by 4 pi epsilon 0 കോമൺ ആയിട്ട് പുറത്തുണ്ട് പ്ലസ് Q2 divided by R23. ഇതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, ആറിലെ പൊട്ടൻഷ്യൽ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആറിലേക്ക് ഒരു ചാർജിനെ, മൂന്നാമതൊരു ചാർജിനെ Q3യെ കൊണ്ടുവരികയാണ്. ഒരു ചാർജിനെ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ വർക്ക് ഡൺ അതിനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. Q3യെ കൊണ്ടുവരാനുള്ള പൊട്ടൻഷ്യൽ എനർജി നമുക്ക് U2 എന്ന് ഡിനോട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളിവിടെ ഒരു U1 എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്തെടുക്കാം? U2 എന്ന് ഡിനോട്ട് ചെയ്യാം. U2 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എവിടുത്തെ പൊട്ടൻഷ്യൽ? അവിടുത്തെ പൊട്ടൻഷ്യൽ, ആറിലെ പൊട്ടൻഷ്യൽ ഇൻറ്റു ആ ചാർജ്, പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? V12 ആണ്. ഇൻറ്റു കൊണ്ടുവരുന്ന ചാർജ് ഏതാ? Q3. അപ്പൊ ഇക്വേഷൻ എന്താ വരിക? U2 is equal to V12ന്റെ വാല്യൂ ഇതാണ് ഇൻറ്റു Q3 ചെയ്യുമ്പോൾ ഇവിടെ ഒരു Q3 ഉണ്ടാവും, ഇവിടെ ഒരു Q3 ഉണ്ടാവും. ഈക്വൽ ടു 1 by 4 pi epsilon 0 ഇൻറ്റു Q1 Q3 ഡിവൈഡഡ് ബൈ R13 പ്ലസ് Q2 Q3 ഡിവൈഡഡ് ബൈ R23. ഇതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് Q2വിനെ കൊണ്ടുവരാൻ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അതാണ് നമ്മൾ എന്തെടുത്തുള്ളത്? U1. പിന്നെ എന്ത് കൂടി ചെയ്തിട്ടുണ്ട്? Q3യെ കൊണ്ടുവരാൻ ഒരു വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ എന്തെടുത്തുള്ളത്? U2. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എത്രയായിരിക്കും വരിക? പൊട്ടൻഷ്യൽ, ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ, പൊട്ടൻഷ്യൽ എനർജി U is equal to U1 plus U2 equal to U ന്റെ വാല്യൂ ഇതാണ്, U1ന്റെ വാല്യൂ ഇതാണ്, U2ന്റെ വാല്യൂ ഇതാണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് വരും? രണ്ടിലും കോമൺ ആയിട്ട് 1 by 4 pi epsilon 0 into
ഇതിൽ എന്തുണ്ട് ബാക്കി? Q1 Q2 by R12 Q1 Q2 by R12 പ്ലസ് ഇവിടെ എന്താ ഉള്ളത്? Q1 Q3 by R13 പ്ലസ് Q2 Q3 by R23. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? ഒരു 3 ചാർജ് ഉള്ള ഒരു സിസ്റ്റത്തിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. സോറി, ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇനി നാലാമതൊരു ചാർജിനെ കൂടി കൊണ്ടുവരികയാണെങ്കിൽ എന്തായിരിക്കും? ഇത്രയും വർക്കാണ് ഓൾറെഡി ഉണ്ട്. 3 ചാർജിനെ കൊണ്ടുവരുമ്പോഴുള്ള വർക്ക് ഉണ്ട്. നാലാമത്തതിനെ കൊണ്ടുവരുമ്പോഴുള്ള വർക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ 3 ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഒരു 3 ടേം കൂടി ഉണ്ടാവും. ഇൻറ്റു അതിലേക്ക് Q4 കൂടി കൊണ്ടുവരണം. അപ്പൊ പ്ലസ് ഇത് പ്ലസ് എന്ത് കൂടി ഉണ്ടാവും? Q1 Q4 by R14 പ്ലസ് Q2 Q4 by R24 പ്ലസ് Q3 Q4 by R34. അങ്ങനെ 3 ടേമുകളും കൂടി വരും. നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തു. എത്ര ചാർജ് ഉണ്ടോ അത്രയും അനുസരിച്ച് നമുക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഒരു സിസ്റ്റം ഓഫ് ചാർജ് മൂലമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസിനെ കുറിച്ചിട്ടായിരുന്നു. എന്താണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു, അതിന്റെ ചിത്രങ്ങൾ വരച്ചു. ഇക്യു പൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറഞ്ഞു. അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഫെറിക്കൽ ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സ്ഫെറിക്കൽ ഷെൽ. നമ്മളൊരു ചാർജർ ഷെല്ല് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഷെല്ലിന്റെ കേസിൽ നമ്മൾ മുൻപ് ഗോസസ് തിയറത്തിൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലെ 3 കേസ് ഔട്ട്സൈഡ് ദി ഷെൽ, ഓൺ ദി സർഫസ് ഓഫ് ദി ഷെൽ ആൻഡ് ഇൻസൈഡ് ദി ഷെൽ. ഇവിടെയും അതെ, നമുക്ക് 3 കേസുകൾ ചെയ്യാനുണ്ട്. ഔട്ട്സൈഡ്, ഇൻസൈഡ്, ഓൺ ദി സർഫസ്. അതിൽ ഫസ്റ്റ് നമ്മൾ ഔട്ട്സൈഡ് എടുക്കുകയാണെങ്കിൽ ഔട്ട്സൈഡിൽ ഒരു പോയിന്റ് നമ്മൾ P എടുത്തു. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്തെടുക്കാം? R എന്ന് എടുക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ V is equal to Q divided by 4 pi epsilon 0 R തന്നെയാണ്. അത് പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ തന്നെയാണ് ഷെല്ലിന്റെ കേസിലും യൂസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇൻസൈഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻസൈഡില് നമ്മുടെ ഗോസസ് ലോയിൽ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിൽ റിലേഷൻ എന്താ? E is equal to minus dV by dr ആണ്. E0 എന്ന് പറഞ്ഞാൽ മൈനസ് dV by dr എന്താവും? 0. ഒരു ഡിഫറൻഷ്യൽ 0 ആവണമെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. വേണ്ടേ? ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് ആൻസർ എന്താവുക? 0 ആവുക. അപ്പൊ ഇത് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടൻഷ്യൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ 0 ആണെങ്കിലും ഷെല്ലിന്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ എന്തല്ല? 0 അല്ല. അപ്പൊ ത്രൂ ഔട്ട് ദി വോളിയം ഓഫ് ദി ഷെൽ പൊട്ടൻഷ്യൽ is a constant. Potential has a constant value and has the same value on its surface. ഷെല്ലിന്റെ ഉള്ളിൽ മുഴുവൻ പൊട്ടൻഷ്യൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ആ സെയിം വാല്യൂ തന്നെയാണ് എവിടെയും ഉള്ളത്? ഷെല്ലിന്റെ സർഫസിലുള്ളത്. അപ്പൊ ഇൻസൈഡ് എടുത്താലും അതുപോലെ സർഫസ് എടുക്കുകയാണെങ്കിലും ഷെല്ലിന്റെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് Q divided by 4 pi epsilon 0 R ആണ്. ഷെല്ലിന്റെ സർഫസിലും ത്രൂ ഔട്ട് ദി വോളിയം ഓഫ് ദി ഷെല്ലും പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആണ്. അപ്പൊ അതിന്റെ റീസൺ കൂടി ഓർത്ത് വെക്കുക. ഷെല്ലിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, പക്ഷെ അവിടെ പൊട്ടൻഷ്യൽ എന്തല്ല? 0 അല്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്ന നേരത്ത് പൊട്ടൻഷ്യൽ 0 ആവണമെന്നില്ല. അതേപോലെ നേരെ തിരിച്ചു, പൊട്ടൻഷ്യൽ 0 ആവുന്ന നേരത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആവണമെന്നില്ല. നമ്മൾ ഡൈപോളിന്റെ കേസിൽ കണ്ടു, ഇക്വറ്റോറിയൽ ലൈനിൽ ഇലക്ട്രിക് ഫീൽഡിന് വാല്യൂ ഉണ്ട്, പക്ഷെ പൊട്ടൻഷ്യൽ അവിടെ 0 ആണ്. ഇവിടെ നോക്കാം, ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, പക്ഷെ എന്തുണ്ട്? പൊട്ടൻഷ്യലിന് വാല്യൂ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇതിനു മുന്നേ കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്, അതുപോലെ പോളറൈസേഷൻ, കപ്പാസിറ്റേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത്. നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.